ഒരുത്തൻ വാലിന് തീ പിടിച്ചോലെ ഓടി വരുന്ന കാണാം. പിടിച്ചോണം. അയ്യപ്പ സംഗമത്തിന്റെ കണക്ക് നോക്കിയ ഓഡിറ്റർക്കല്ല, പിഴച്ചത് ദേവസ്വം ബോർഡിനാണെന്ന് തുറന്ന് സമ്മതിച്ച ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ. എന്താ ഉറക്കം വരുന്നു. ഓഡിറ്റർ പല ചോദ്യങ്ങളും ഉന്നയിച്ചു. അതിന് മറുപടി നൽകാനോ ശരിയായ ആശയവിനിമയം നടത്താനോ ബോർഡിന് കഴിഞ്ഞില്ല. പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയായല്ലോ ഈശ്വര. ഇത് വരവ് ചെലവ് കണക്കല്ല, എസ്റ്റിമേറ്റ് ആണ്. മാധ്യമപ്രവർത്തകർക്ക് കണക്കറിയാത്തത് കൊണ്ടാണ്. നന്ദഗോവിന്ദം ഭജൻസ് വന്നു എന്ന് ബില്ല് കൊടുത്തിട്ടില്ലെന്ന് തുടങ്ങി കനുകോലു എഴുതി കൊടുത്ത കണക്കാണെന്ന് വരെ പറഞ്ഞു. ഫ്ലാഷ് ബാക്ക്. ഞങ്ങളുടെ കയ്യിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്ന വരവ് ചെലവ് കൃത്യമായിട്ടുണ്ട്. ഓരോ ബില്ലുമുണ്ട്. ഞങ്ങൾ അത് 17/2/2026 വേരിഫൈ ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. ശ്രീ കെ സരുൺകുമാർ, നമുക്ക് 17-ാം തീയതി കാണാം എന്ന് പറഞ്ഞാണ് നമ്മൾ കഴിഞ്ഞ ചർച്ച പിരിഞ്ഞത്. ഇന്ന് അങ്ങേക്ക് കടുത്ത തിരക്കുകൾ ഉണ്ടായിരുന്നു, അത് മാറ്റിവെച്ചും ചർച്ചയിൽ പങ്കെടുക്കാൻ സന്നദ്ധനായതിൽ നന്ദി ആദ്യമേ പറയുകയാണ്. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇന്നിപ്പോ ദേവസ്വം ബോർഡ് വിശദീകരിക്കുമ്പോൾ ആ വിശദീകരണം അങ്ങ് കേട്ടുകാണുമെന്ന് ആണ് ഞാൻ വിചാരിക്കുന്നത്. അവസാനത്തെ ചർച്ചയിൽ ഓഡിറ്റർക്കാണ് തെറ്റുപറ്റിയത്, ഈ ഓഡിറ്റ് ശരിയല്ല എന്നാണ് അങ്ങ് വാദിച്ചിരുന്നത്. ഞാൻ ഓർക്കുന്നു, വല്ലാതെ ഓർക്കുന്നു. എങ്കിൽ നോക്കൂ, ഇന്ന് മിയാ കുൾപ്പ മിയാ മാക്സിമ കുൾപ്പ, എന്റെ പിഴ എന്റെ വലിയ പിഴ എന്ന് ഏറ്റുപറയുകയാണ് ദേവസ്വം ബോർഡ്. അതൊക്കെ ഞാൻ വേറെ രീതിയിൽ പറഞ്ഞു കൊടുക്കും. ഇനി ഇപ്പൊ ഇത്തിരി നാറിയാലും അത് ഞാൻ അങ്ങോട്ട് സഹിക്കും. ഇപ്പൊ ഉള്ളതിനേക്കാൾ കൂടുതൽ നാറരുതെന്ന് എനിക്ക് പ്രാർത്ഥനയുള്ളൂ. ഞാൻ ഊന്നി പറഞ്ഞത് ദേവസ്വം ബോർഡിന്റെ അംഗീകാരമില്ലാത്ത ഒരു ഓഡിറ്റ് റിപ്പോർട്ടാണ് എന്ന് തന്നെയാണ്. ഇപ്പോഴും ഞാൻ അതിൽ പൂർണ്ണമായിട്ട് ഉറച്ചു നിൽക്കുന്നു. സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്ന നാക്കെടുത്താന്നേ പറയൂ. ഇന്ന് അദ്ദേഹം വിശദീകരിച്ചത് ഞാൻ ഓരോ വാചകങ്ങളായി പറയാം. സമയത്തിന് റെക്ടിഫിക്കേഷൻ നടത്താത്തതാണ് പ്രശ്നം, അത് ഓഡിറ്ററുടെ പ്രശ്നമല്ല, ഞങ്ങൾ മറുപടി കൊടുക്കാത്തത് കൊണ്ടാണ്. ഇത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞാണ്. ഇതുവരെ 4 കോടി രൂപ കിട്ടിയിട്ടുണ്ട്, ഇനിയും കിട്ടാനുണ്ട്. 1 രൂപ പോലും മറ്റാരുടെയും എടുക്കില്ല. നിന്റെ തലയ്ക്ക് വല്ല അസുഖമുണ്ടോ? ഇല്ല. പിന്നെ എന്താ അതിന്റെ അർത്ഥം? 2 കോടി രൂപ സ്പോൺസർഷിപ്പായി കിട്ടിയെന്നാണ് ഹൈക്കോടതിയിൽ സ്പെഷ്യൽ കമ്മീഷണർ കൊടുത്ത റിപ്പോർട്ടിൽ പറഞ്ഞത്. അതിന്റെ തന്നെ ഡീറ്റെയിൽസ് ഫർണിഷ് ചെയ്തിട്ടില്ല. നീ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കടാ നായിന്റെ മോനെ.